അല്ല നിങ്ങളെ കുട്ടി വിളിച്ചിക്കൊന്ന് വിളിച്ച് 2 മിസ് കോൾ ഉണ്ട്. ഞാൻ ബാർപ്പിന്റെ മുകളിലായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തേനും ഓല ആരും ഇല്ല ഇവിടെ, എല്ലാരും ഇറങ്ങിപ്പോയി കെട്ടും പെട്ടെല്ലാം എടുത്തിട്ട്. എങ്ങോട്ടാ പോയേ? ഓന്റെ ഓക്കൂടെ മനസ്സമാധാനം കിട്ടുന്നില്ല പോലെ, അതുകൊണ്ട് ഓനെയും കുഞ്ഞനെയും ഓളും എല്ലാം കൂടി ഇറങ്ങിപ്പോയിക്ക് ഏതോ വാടക വീട്ടിലേറ്റം പോയി പാർക്കുന്നാ പറഞ്ഞു. എന്നാ എനിക്കും പോരെ, എന്നാ എനക്ക് മനസ്സാവാനത്തോടെ നോക്കാനല്ലോ. അയ്യ മോന്റെ അല്ല അച്ഛൻ, പിന്നെ അയ്യ വായിന്ന് അങ്ങനെ തന്നെ അല്ലാണ്ട് വരുവാ. ഞാനിങ് അങ്ങാടി പോയിക്ക്. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആണ് കേട്ടോ. ഇതെങ്ങനെയാ ഉണ്ടാക്കാന്ന് കണ്ടാലോ? എന്റെ മദറിലോ ആണ് കേട്ടോ എല്ലാം ഉണ്ടാക്കുന്നത്. ആളുടെ ഫ്രൈഡ് റൈസ് ഫോണാണ്. പിന്നില്ലേ ഋജിഷേട്ടാ, ഈ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 8 വർഷമായില്ലേ? അതിന്റെ ഇടയ്ക്ക് ഞാനിപ്പോ സമാധാനത്തോടെ സ്വപ്നെല്ലാം കണ്ടുറങ്ങാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 2-3 ആഴ്ചയായി. എന്ത് സുഖാ ഇങ്ങനെ കിടന്നുറങ്ങാൻ. രാവിലെ എണീക്കണ്ട, ചായ ഉണ്ടാക്കണ്ട. ഇത്ര നാള് ഇഞ്ഞി കിടക്കുന്ന കാട്ടിന്റെ ഇറുമ്പിനെ കൊണ്ടിട്ടില്ല കടിച്ചു പറിക്കേ. എനിക്കറിയാം നിങ്ങൾ ഇങ്ങനെ തന്നെയാ പറയുള്ളത്. എനിക്കറിയാം എന്റെ പോക്ക് എങ്ങോട്ടാന്ന്. നിർത്തിക്കോ, വേറെന്താ പറയാണ്ട് എനിക്ക്. അല്ലേലും ഞാൻ എന്തേലും പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറ്റല്ലേ. അത് പോട്ടെ. അല്ല നിങ്ങൾ ഇന്ന് ഇടയ്ക്ക് നിങ്ങൾ പോകുന്നുണ്ടോ? ഞാനിപ്പം പോകും. എനിക്കുണ്ടല്ലോ, നമ്മുടെ ഫണ്ടിന്റെ പൈസ അടയ്ക്കാൻ ബാങ്ക് വരെ പോണായിരുന്നു. എന്താ അതെങ്ങനെയാ പോവാ? ഇന്ന് ധ്യാനൂസിന് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. അവൻ വരൂ. അപ്പൊ ഞാനിവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അവനെ ആരാ കൂട്ടുക? അപ്പൊ നിങ്ങളിവിടെ നിക്കണം അവനെ കൂട്ടാൻ. എനക്ക് നിൽക്കാനൊന്നും പറ്റില്ല, എനിക്ക് ജോലിയുണ്ട്. ഞാനിങ്ങ് പോയിപ്പോ. ഇന്ന് പോവണ്ടേ? എനിക്കിപ്പോ ഫണ്ടിന് പൈസ അടയ്ക്കാതിരിക്കാൻ പറ്റില്ല. ഇന്ന് 4 മണിക്കാ ഫണ്ട്. അതിന് മുമ്പ് എനിക്ക് പൈസ അടയ്ക്കണോ? എടോ, ഞാൻ പോയിക്കില്ലെങ്കിൽ ഇവിടെ ഈ പണ്ടത്തെ പോലെ ഇപ്പൊ ഈ വാടക വീടിന്റെ ഇതും കൂടി കൊടുക്കണ്ട നമ്മള്. ഇനി എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? അതുകൊണ്ടല്ലേ ഞാൻ ആദ്യം എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞേ, അമ്മ ഉണ്ട്, അമ്മേനെ അടുത്ത് നിർപ്പിച്ച് എനിക്ക് പോകേണ്ട പോയി കൂടെനാ. ഇത്ര നാളും ഞങ്ങളല്ലേ ചെയ്തോണ്ടെന്ന്. അത് നേരം. ആ തള്ളേനെ കൊണ്ട് അങ്ങനത്തെ എല്ലാം കുറച്ച് ഉപകാരം ഉണ്ടായിരുന്നു. ധ്യാനൂസിന്റെ കാര്യമൊന്നും അറിയണ്ടായിരുന്നു. അവിടെ നിർത്തിയിട്ട് എല്ലായിടത്തും പോകേണ്ടടുത്തെല്ലാം നമുക്ക് പോവായിരുന്നു. ഇവിടെ വന്നാൽ പിന്നെ അത് നടക്കുന്നില്ല. അന്നേരം ഞാൻ ചിലപ്പോ എല്ലാം വിചാരിക്കും ഇങ്ങ് പോരണ്ടായിരുന്നു, അവിടെ തന്നെ നിന്നാ മതിയായിരുന്നു. ഇതാ ഞാൻ എന്നോട് ആദ്യം ഞാൻ പറയുന്നത്, എന്തിനൊരു വിട്ടുവീഴ്ച വേണോ? സമാധാനം എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തേണ്ട സാധനം, അല്ലാണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞിട്ടുള്ള സമാധാനം പോക്കും എല്ലാം വേണ്ട. എല്ലാത്തിനും ഒരു വിട്ടുവീഴ്ച ഉണ്ടെങ്കിലോ. ഇന്ന് എനിക്ക് പോകേണ്ടിടത്തിലും പിടിക്കുന്നിടത്തിലും എല്ലാം അമ്മേനെ എടുത്ത് ഡാൻസ് ഏൽപ്പിച്ചിട്ട് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും കാര്യത്തിനായിക്കോട്ടെ, ഇനി പോട്ടെ. ഇനി മെനഞ്ഞാൽ നിഞ്ഞ് പറയുന്നിട്ടെല്ലാം തലവേദനയായിട്ട് രക്ഷയില്ലെന്ന്, എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന്. എനിക്ക് നമ്മളെ പുറയിൽ നിൽക്കുന്ന സമയത്ത് തലവേദനയാണെന്നും മറ്റേതും പറയുന്നത് കേൾക്കുന്നിടത്ത് എല്ലാന്നും ഭക്ഷണവും കാര്യങ്ങളും ഉണ്ടല്ലോ. ഇനി എന്നോട് പറഞ്ഞേ, എനിക്ക് തലവേദനയായിട്ട് ഞാൻ കിടന്നിട്ടുള്ള നിങ്ങൾ പുറത്തുനിന്ന് വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കോന്നു. ഇനി ഞാൻ എനിക്ക് വേണ്ട ഭക്ഷണം ഞാൻ വാങ്ങിക്കൊണ്ടൊന്നുമില്ലേ? അത് നമ്മളെ പുറയിലാണെങ്കിലോ അമ്മ ഉണ്ടാക്കി വെക്കല്ലേ? അതാ പറയുന്നത്, ഓരോന്നിന് കണ്ണുണ്ടെങ്കിൽ ആ കണ്ണിന്റെ വില മനസ്സിലാവുള്ളൂ. എന്താ എനിക്കൊന്നും പറയാനില്ലേ? ഞാൻ പറയണ്ടേ? ഇതെന്താളി എന്റെ വയറിന് എന്തോ ഒരു വല്ലാത്തൊരു വേദന പോലെ. ഞാൻ നാദിരനെ വിളിച്ചോക്കട്ടെ, ഓള് വരുവോളി എന്നെ ഒന്ന് കാണിക്കാൻ പോവേ. ഹലോ എനിക്ക് തീരെ വയറ് സുഖയില്ല, വയറ് വല്ലാണ്ട് വേദനയാന്ന്. ഇനി ഒന്ന് പോരും എന്റെ കൂടി കാണിക്കാൻ, ഡോക്ടറെ അടുത്ത് പോവേ. നിങ്ങളങ്ങ് കച്ചേരി അങ്ങ് പോയി കാണിച്ചോ? എനിക്കിപ്പോ വരുവോ സമയമില്ല, എനിക്ക് എന്തെല്ലോ തിരക്കുണ്ട്. എന്നാ ഇനി ഒരു കാര്യം ചെയ്യാം, അപ്പൂനെ അങ്ങ് പറഞ്ഞേക്കോളെ. എന്നാ ഓനെ കൂട്ടി ഞാൻ പോവാനല്ല വണ്ടിമേല്. ഓനിപ്പോ 10ാം ക്ലാസ് അമ്മേ, ഓന് പഠിക്കുവാനെല്ലാം ഉണ്ട്. നിങ്ങൾ കച്ചേരിയല്ലേ, നിങ്ങൾക്കങ്ങ് പോയാ പോരെ? എന്നാ ശരി, ഓക്കെ. ഓനിപ്പൊ അങ്ങ് പറഞ്ഞാൽ റെഡി ആവില്ല. എന്നാ ശരിയാളെ. എന്നാ ഞാൻ നോക്കട്ടെ, ഞാൻ പോവാ, എനിക്ക് പോവാനാവോ? എന്നാ ശരി. ഓക്കും സമയമില്ല പോലെ വരുവേ. എന്നാ ഓളെ മോനെ പറഞ്ഞാ തരും പറ്റോ? അതിനും ഓക്ക് സമയമില്ല, ഓനും 10ാം ക്ലാസ് പരീക്ഷ പോലെ. എന്ത് തന്നെ ആയാലും എനിക്ക് സുഖമില്ലാണ്ടാകുമ്പോഴത്തേക്ക് ജിത്തക്ക് ഭയങ്കര സങ്കടമായിരിക്കും. ഓളെൻ്റെ എല്ലാം എൻ്റെ ഇവിടെ ഡോക്ടറെ അടുത്തെല്ലാം വരുവോ എടുക്കുകയെല്ലാം ചെയ്യല്ലേ. ഇപ്പോൾ ഓളില്ലാത്ത വിഷമം എനിക്ക് നല്ലോണം തിരിയുന്നുണ്ട്. ഞാനൊന്നോളെ വിളിച്ചാലോളി എന്തു പറയാനോ, എല്ലാം എൻ്റെ കയ്യിലിരിപ്പിൻ്റെ ഗുണം കൊണ്ട് തന്നെയല്ലേ പറ്റിയേ.